ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി ആൻഡ് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഗ്ലിറ്റർ പിക്സി. നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെന്ന് അറിയാം. എന്നാലും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു 2025 എല്ലാവർക്കും ഹാപ്പി വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കും നല്ല വർഷമാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും കാണും കുറേ ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു 2025 നടക്കണം, നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അതൊരു ബക്കറ്റ് ലിസ്റ്റ് പോലെ തയ്യാറാക്കുകയാണ്. അതായത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് എഴുതിയിട്ട് നമുക്ക് കുറേ മാസങ്ങൾ കുറേ 2025 എന്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എനിക്ക് അങ്ങനെ ഒത്തിരി അങ്ങ് സന്തോഷം ഉണ്ടായിട്ടില്ല, ഒത്തിരി അങ്ങ് സങ്കടം ഉണ്ടായിട്ടില്ല. അപ്പോൾ 2025 നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കാവുള്ളൂ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് പോലെ തയ്യാറാക്കാം. അത് ഞാൻ 2025 ഉള്ളിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതായത് 2025 എൻഡ് ആവത്തില്ലേ, 26 തുടങ്ങത്തില്ലേ, അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തണം, എന്നിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും എഴുതാൻ ആഗ്രഹിക്കുന്നതും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2025 ബക്കറ്റ് ലിസ്റ്റ്. ആൻഡ് ഫസ്റ്റ് എന്നിൽ മാറ്റം വരുത്താമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇതായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഞാൻ ഈ കുളിച്ചിട്ടാണ് പല്ല് വെക്കുന്നത്. അപ്പം എനിക്കത് മാറ്റണമെന്നുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ കുറേ തീരുമാനിക്കും കേസ്. അതായത് പല്ല് കുളിക്കാനൊക്കെ തീരുമാനിക്കും. പക്ഷെ ഒന്നും നടക്കത്തില്ല. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് വെക്കുന്നത്. സോ അതൊരു നല്ല ഹാബിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഫസ്റ്റ് അതാണ് കേസ്. ഫസ്റ്റ് നമുക്ക് മാറ്റണം ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ചെയ്യണമെന്നില്ല. സോ ഞാൻ ഫസ്റ്റ് എന്നിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് ബ്രഷ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം. സോ ഞാൻ കുറേ നാൾ തൊട്ടേ ആഗ്രഹിക്കുന്ന കേസ് അത് മാറ്റണം. ഇവിടെ ആണെങ്കിൽ അമ്മ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പേ പല്ല് ചൂടായോ എന്ന് ചോദിച്ചിട്ട്. സോ ഞാൻ ഫസ്റ്റ് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന അതാണ് കേസ്. സെക്കൻഡ്, ഞാൻ എന്നിൽ തന്നെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത് പൈസ ഞാനങ്ങനെ ഒത്തിരി ഒന്നും ചിലവാക്കത്തില്ല. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ തിന്ന് അങ്ങനെ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊന്നും ഞാൻ പൈസ അങ്ങനെ അധികം ചിലവാക്കത്തൊന്നുമില്ല. പക്ഷേങ്കിൽ ചിലവാക്കുവാണെങ്കിൽ അതൊരു ഒന്നൊന്നര ചിലവാക്കലായിരിക്കും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. അതായത് ഇപ്പം എനിക്കാണെങ്കിൽ ഒരു കടയിൽ പോകുമ്പം ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും കടയിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴേക്കും അത് കാണുമ്പോൾ അത് വാങ്ങണം, ഇത് കാണുമ്പോൾ ഇവിടെ വാങ്ങണം, അങ്ങനെയൊക്കെ ഒരു തൊട്ട് വരാറുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അതെല്ലാം വാങ്ങാറുണ്ട്. സോ അതൊന്നും മാറ്റണം. അതായത് പൈസ ഇങ്ങനെ അധികമായിട്ട് ചിലവാക്കാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചിലവാക്കണം. മൂന്നാമതായിട്ട് എന്നിൽ മാറ്റം വരുത്തണം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ബോൾഡ് ആവണം. അതായത് ഞാനങ്ങ് ഭയങ്കര ഇമോഷണൽ പേഴ്സണാണ് ഗീസ്. അതെന്ന് വെച്ചാൽ എനിക്കിപ്പം കൂടുതൽ അറ്റാച്ച് ആയിരിക്കുന്നവരെന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. സോ പിന്നെ കരച്ചില് പിരിച്ചില് അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനെ വേണം, അത്യാവശ്യത്തിന് വേണം. പക്ഷെ ഞാൻ ഭയങ്കര ഓവറാണോ എന്നൊരു ഡൗട്ടുണ്ട്. സോ കുറച്ചുകൂടെ ബോൾഡ് ആവണം. പിന്നെ കുറച്ച് മെച്ചുവേർഡ് ആവണം. ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് തോന്നും. പക്ഷെ എല്ലാവരും പറയുന്ന മെച്ചുവേർഡ് അല്ലെന്നാണ് ഗസ്. ഇത് കടയിൽ വല്ലതും വാങ്ങാൻ കിട്ടുമല്ലോ, നമുക്ക് വാങ്ങിച്ച് കഴിച്ചിട്ട് മെച്ചുവേർഡാണെന്ന് പറയാമായിരുന്നു. സോ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആവണം ഞാൻ ആഗ്രഹിക്കുന്നു. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നിൽ മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ബക്കറ്റ് ലിസ്റ്റിലേക്ക് കിടക്കാം ഗൈസ്. 2025 ബക്കറ്റ് ലിസ്റ്റ്. സോ ഫസ്റ്റ് എൻ്റെ ആഗ്രഹമാണ് എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഫൗണ്ടേഷൻ, മസ്കാര, പിന്നെ ഐ ഷാഡോ, പിന്നെ വേറെന്തൊക്കെയോ ഉണ്ടല്ലോ, ഹൈലൈറ്റർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ. സോ എനിക്കതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ 2025 എക്സ്പ്ലോറിങ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഫസ്റ്റ് നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റാണ്. എക്സ്പ്ലോറിങ് മേക്കപ്പ് പ്രൊഡക്ട്സ്.
യൂസ് ചെയ്യുന്ന മറ്റേ ബ്ലഷ് അല്ലല്ലോ, മറ്റേ എന്തോ BB ക്രീം, അത് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് 2025 കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നടക്കാൻ നമുക്ക് ഫസ്റ്റ് ആഗ്രഹം അത് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് സെക്കൻഡ് ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സോളോ ട്രിപ്പ് പോകണം ഗൈസ്. എന്നെ അറിയാവുന്നതൊക്കെ ഇപ്പം ചിരിക്കുന്നുണ്ടായിരിക്കും. സോ എനിക്ക് സോളോ ട്രിപ്പ് പോകണം ഗൈസ്. സോളോ ട്രിപ്പ് പോകണം. സോളോ ട്രിപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോകാൻ പേടിയാണ് ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ അധികം ദൂരമൊന്നും പോയിട്ടില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാനങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടുമില്ല അധികം. ഞാൻ ആകെ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത് എൻ്റെ കോളേജിലാണ്, അതും ആലപ്പുഴയിൽ. അവിടെ വരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളൂ. സോ എനിക്ക് സോളോ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന എവിടെ പോകണം എവിടെയെങ്കിലുമൊക്കെ പോകണം. അതായത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടേ, നമ്മളിങ്ങനെ സോളോ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവും, നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ കൂടും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേക്കുന്ന എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നാൽ ആരോടും പറയാൻ അങ്ങ് പോയേക്കാം. എങ്ങനെയുണ്ട്? സോളോ ട്രിപ്പ് പോകണം ഗൈസ്. ഇങ്ങനെ വേറെ കൺട്രീസിലൊന്നും അല്ല കേട്ടോ, അതും നമ്മുടെ ഇന്ത്യ വിട്ടിട്ടുമല്ല, കേരളത്തിനുള്ളിൽ ഒരു സോളോ ട്രിപ്പ് പോകുന്ന പ്ലാനിങ് ഉണ്ട്. സോ മിക്കവാറും നടക്കുമോ നടക്കത്തില്ലയോ അതിൻ്റെ രണ്ടിലെയും നടുക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ നമുക്ക് സോളോ ട്രിപ്പാണ് സെക്കൻഡ് നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് എഴുതാനുള്ളത് എനിക്കൊരു ഫോൺ വാങ്ങണം ഗൈസ്. ഫോൺ എന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസിൽ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. നിങ്ങൾ ഈ ഒട്ടുമിക്ക മറ്റേ നമ്മുടെ പേര് മറന്നു പോയില്ലത്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, മറ്റേ കുറേ റെസിപ്പിയൊക്കെ ഇടുന്ന ഒരു ചേച്ചിയുടെ പേരെനിക്കറിഞ്ഞൂടെ, ഞാൻ മറന്നുപോയി ഗൈസ്. ആ വീഡിയോയിലൊക്കെ ഞാൻ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ ഗ്ലാമർ ഗംഗയുടെ ഏതൊരു വീഡിയോയിലും ഞാൻ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏത് ഫോണാണ് യൂസ് ചെയ്യുന്ന, ഏത് ക്യാമറ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട്. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ് ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോൺ. ക്യാമറ ഒന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ ഒരു ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ഫോണിന് ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫോൺ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നമ്മുടെ തേർഡ് വിഷ് ലിസ്റ്റിലുള്ള എന്താണ് ഫോൺ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതായത് വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ഹൗസ് മെയിൻ്റനൻസ്. ഫോർത്ത് വിഷ് ലിസ്റ്റിലുള്ളത് ഹൗസ് മെയിൻ്റനൻസ്. വീട്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതും മിക്കവാറും 2025 തന്നെ നടത്തും, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. സോ നമുക്ക് ഹൗസ് മെയിൻ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കട്ടെ എന്ത് ചെയ്യാനുള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എഴുതേണ്ട കാര്യമായിരുന്നു സേവിങ്സ്. അത് നമുക്ക് 5th എഴുതാം. സേവിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഗേൾസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൈസ അങ്ങനെ ഒത്തിരി ചിലവാക്കുന്ന ഒരു ടൈപ്പ് അല്ല, പക്ഷെ ചിലവാക്കുവാണെങ്കിലോ ഒന്നൊന്നര ചിലവാക്കലായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പൈസ ഒന്നും ചിലവാക്കത്തില്ല. ഒരു 1000-ന് ഉള്ളിൽ, ഒരു മാസം 1000-നുള്ളിൽ, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പം ഇത്രേ ഉള്ളൂ എന്ന് തോന്നും. എൻ്റെ ബജറ്റ് വെച്ച് നോക്കുമ്പം എനിക്കത് വലിയൊരു എമൗണ്ട് ആണ്. സോ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സേവിങ്സ്. ഞാൻ വിചാരിക്കും അക്കൗണ്ടിൽ കിടന്ന പൈസ സേഫായിട്ട് അവിടെ ഇരുന്നോളും, പോത്തേ ഇല്ലെന്ന്. പക്ഷേ എന്ന് ഗൂഗിൾ പേ വന്നു അന്ന് തൊട്ട് എൻ്റെ ദൈവമേ അക്കൗണ്ടിൽ പൈസ കിടക്കത്ത് പോലും ഇല്ല. അതിന് ഗൂഗിൾ പേ എടുക്കുന്നു, ഇതിന് ഗൂഗിൾ പേ എടുക്കുന്നു, എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഗൂഗിൾ പേ ഉണ്ട്. സോ അക്കൗണ്ടിൽ കിടന്നാൽ പൈസ സേഫ് ആവത്തില്ല. സേവിങ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സേവിങ്സ് വേണം ഈ വർഷം. അത് കഴിഞ്ഞിട്ട് എന്തുവാ ഇനി കുറച്ച് ഗോൾഡ് വാങ്ങണമെന്നുണ്ടേ. 6th വൺ ഗോൾഡ്, പർച്ചേസിങ് ഗോൾഡ്. എനിക്കങ്ങനെ ഒത്തിരി സ്വർണ്ണമൊന്നും ഇടുന്ന ഇഷ്ടമല്ല. ഒത്തിരി മാല, ഒത്തിരി വള, കമ്മൽ അങ്ങനെയുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ കൊലുസിടാൻ.
എന്താ അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ, ആംഗ്ലറ്റോ അങ്ങനെ എന്തോ അല്ലേ പറയണ. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ഗോൾഡിൻ്റെ കൊലുസ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമാണ്. അതെൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമാണ്. സോ അതെനിക്ക് വാങ്ങണം. അതായത് അത് മാത്രമായിട്ടല്ല, കുറച്ച് അധികം ഗോൾഡ് വാങ്ങണം. സോ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യണം ഗായ്സ്. അതൊരു കറക്റ്റ് ഒരു നമ്മുടെ അസറ്റാണ്. സോ ഞാൻ വിചാരിച്ചേക്കുന്ന കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യണം. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു. 7ാമത്തെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഗൈസ്, എനിക്ക് യൂട്യൂബിൽ ഒരു കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒരു 1 മില്യൺ കൂടുതൽ ആഗ്രഹിച്ചാലും. സോ എനിക്ക് 1 മില്യൺ ആവണം. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. സോ ഞാൻ അതിന് വേണ്ടി കുറേ എഫേർട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുമോ നോക്കാം. അത് കഴിഞ്ഞിട്ട് 8th ആണ് എനിക്ക് അമ്മയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്ത് എഴുതണം? അമ്മയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോൾ എന്തുവാ എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. സോ ഗായ്സ്, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായത് അമ്മയ്ക്ക് ഫോൺ വാങ്ങണം, പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് അമ്മയ്ക്കാണ് ഗൈസ്. ഇനി അമ്മയെ ഇട്ട് വെക്കാം. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അമ്മയ്ക്ക് ഫോൺ വാങ്ങണം, പിന്നെ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, അമ്മയ്ക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ. സോ അതൊക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതൊരു എന്തുവാ, ഒരു ബക്കറ്റ് ലിസ്റ്റ്. അതെന്ന് പറയുമ്പോൾ ഒരു മെയിൻ ബക്കറ്റ് ലിസ്റ്റ് ആയിരിക്കും. അതിൽ കുറേ കാര്യങ്ങൾ കാണും ഗൈസ്. സോ അതൊക്കെ നടത്തണം. മിക്കവാറും അമ്മ ആദ്യം പറയുന്നത് ഗവൺമെൻറ് ജോലി വേണമെന്നായിരിക്കും. എല്ലാ വീട്ടിലും കിടക്കട്ടെ അവിടെ എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമുക്ക് 8ാമത്തെ വിഷ് ലിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അമ്മയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അതൊക്കെ നമുക്ക് പിന്നെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ അടുത്തത് എന്താണ്? പിന്നെ എല്ലാവരും ചോദിക്കും കല്യാണം ആവുന്നില്ലേ എന്നൊക്കെ. ഈ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, അയ്യോ കല്യാണം എന്നാ, ദൈവമേ കല്യാണം എന്നാ. സോ ഞാനും ആഗ്രഹിക്കും ഇങ്ങനെ, അടുത്ത മാസം കല്യാണം, അയ്യോ അടുത്ത വർഷം എൻ്റെ കല്യാണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ വലിയ മൈൻഡൊന്നും ഇല്ല ഗസ്. കാര്യം എനിക്ക് എന്തോ കല്യാണം കഴിക്കണമെന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല ഗൈസ്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒട്ടുമേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. സോ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഫൈനാൻഷ്യലി കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ആവാനുണ്ട്. സോ അതൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഒരിതിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതായത് ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാം, അതേപോലെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. സോ എനിക്കിപ്പം അറിയാം. അതായത് എനിക്ക് എന്തോ പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. സോ കല്യാണം ഈസ് നോട്ട് ഇൻ മൈ പ്രയോറിറ്റി ലിസ്റ്റ്. അത് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇപ്പോൾ ഒട്ടുമേ ഇല്ല. സോ കല്യാണമൊക്കെ നടക്കും, അതിന് സമയമാകുമ്പോൾ നടക്കും. അതിന് വേണ്ടി നമ്മളിങ്ങനെ ദൈവമേ കല്യാണം അങ്ങനെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കല്യാണം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടാവുന്ന അപ്പോഴാണ്. അതായത് ഞങ്ങൾ അച്ഛമ്മയുടെ അങ്ങ് പോകുന്നത്, മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ അച്ഛമ്മ, ശൈലേമ്മ, അവിടെയുള്ള എല്ലാവരും ആയിരിക്കും കാണുന്നത്, ധീരമൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറേ ടൈം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് ഫാമിലി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഇനി 9ാമത്തെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് വരുന്ന കാര്യമാണ് ഹെൽത്ത് കെയർ പ്ലസ് സ്കിൻ കെയർ. ഹെൽത്ത് കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ്.
സോ ഇപ്പം എൻ്റെ ഒരു റുട്ടീൻ പറയുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം സൺഡേ ടു സാറ്റർഡേ റുട്ടീൻ നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ കുറച്ച് നേരം നോക്കുന്നു, ജോലിക്ക് പോകുന്നു, ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് വരുന്നു, പിന്നെ ഫോൺ നോക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു. ദെൻ എഗെയിൻ ഫോൺ നോക്കുന്നു, രാവിലെ ഫോൺ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, കിടക്കുന്നു, ഫോൺ നോക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു. അതാണ് ഇപ്പം എൻ്റെ റുട്ടീൻ പറയുന്നത്. എനിക്ക് തന്നെ അറിയാം ദൈവമേ എൻ്റെ റുട്ടീനായത് അതായത് നടക്കുന്നില്ല, ഫുഡ് കഴിച്ച ഉടനെ കിടക്കുന്നു. സോ അതൊന്നും ഒരു നല്ല റുട്ടീൻ അല്ല എന്നറിയാം. സോ നമുക്ക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഒരു ഹെൽത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് കുറച്ച് നട്ട്സൊക്കെ കഴിച്ച്, ഫുഡിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫുഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അതായത് ഷുഗർ അവോയ്ഡ് ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് ഷുഗർ കഴിക്കും ഗൈസ്. പട്ടിയാണോ മനുഷ്യനാണോ? പട്ടിയ. ഓക്കെ, നമ്മളെവിടെ പറഞ്ഞു സമയക്കത്തില്ലല്ലോ. സോ നമ്മൾ എന്ത് പറഞ്ഞത്, ഷുഗർ ഭയങ്കരമായിട്ട് ഞാൻ കഴിക്കും കേട്ടോ ഗൈസ്. അതായത് ഇപ്പം ദോശയുടെ കൂടെ ആണെങ്കിൽ ഞാൻ കുറേ പഞ്ചാര വരട്ട് ദോശ, പഞ്ചാര നുക്കത്തിനും, ഇടിയപ്പം ആണെങ്കിൽ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഷുഗർ വേണം. സോ അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഷുഗർ കഴിക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്കായി വരുന്നതെന്ന്. സോ നമുക്ക് ഷുഗർ കഴിക്കുന്നത് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യണം. പിന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം. പിന്നെ ഫുഡ് കഴിച്ച ഉടനെ കിടക്കുന്നത് നിർത്തണം. സോ അതൊക്കെ മാറ്റണം. അത് ഹെൽത്ത് കെയറിൽ വരും. പിന്നെ സ്കിൻ കെയറിൽ പട്ടി സമയത്തില്ലല്ലോ. സ്കിൻ കെയറിൽ ഇപ്പം ഞാൻ പാക്കൊന്നും ഇടാറില്ല ഗൈസ്. അതുകൊണ്ട് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് മോശമായി. കാരണം ഞാൻ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്ത് വന്ന ഒരാളാണ്. അതായത് ഡെയിലി പാക്ക് ഇടുന്നു, നമുക്കൊരു ഡെയിലി അതായത് വൺസ് ഇൻ എ മന്തൊക്കെ നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്നു, ഫേഷ്യൽ പോലെ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. സോ അത് പെട്ടെന്ന് നിർത്തിയപ്പോഴത്തേക്കും ഫേസൊക്കെ ഫുള്ള് ഡള്ളാവാൻ തുടങ്ങി. ഡാർക്ക് സ്പോട്ട്സ് വരാൻ തുടങ്ങി, ബ്ലാക്ക് ഹെഡ്സ് വരാൻ തുടങ്ങി, വൈറ്റ് ഹെഡ്സ് വരാൻ തുടങ്ങി, ഡബിൾ ചിൻ വരാൻ തുടങ്ങി. സോ അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അതൊക്കെ മാറ്റിയിട്ട് ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യണം, സ്കിൻ കെയർ ഇമ്പ്രൂവ് ചെയ്യണം. സോ അതാണ് നമ്മളുടെ 9ാമത്തെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2025 ലാസ്റ്റ് വിഷ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഗേസ്, എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്ന്. അതേപോലെ ഒരു ഫാമിലി ട്രിപ്പ്, അതായത് ഞാൻ പറയാമേ 10th വിഷ് ലിസ്റ്റിലുള്ളത് ഫാമിലി ട്രിപ്പ്. സോ ഗൈസ്, ഫാമിലി ട്രിപ്പിനെ പറ്റി പറയുമ്പം ഞങ്ങളുടെ ഫാമിലി ഒരു വലിയൊരു ഫാമിലിയാണ് ഗൈസ്. അതായത് ഒരു 300-400 ആൾക്കാരെങ്കിലും കാണും ഞങ്ങളുടെ ഫാമിലിയിൽ. സോ അത്രയൊന്നും ആൾക്കാർ വേണ്ട. ഒത്തിരി അറ്റാച്ച് ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഒരു 60 സംതിങ് കാണും, 50-60 സംതിങ് ആൾക്കാർ കാണും. അപ്പം അവരെല്ലാം കൂടി ചേർന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോകണം. ഞങ്ങൾ ഇതുവരെയായിട്ടും അങ്ങനെ ഫാമിലി ട്രിപ്പ് പോയിട്ടില്ല ഗൈസ്. ഫാമിലി ട്രിപ്പ് പോയിട്ടില്ല. അതായത് ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ അടുത്ത് എവിടെയെങ്കിലും പോകുന്നു, അല്ലെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മളെല്ലാം ഫാമിലി എല്ലാവരോടെ ചേർത്തൊരു ട്രിപ്പ് ഇതുവരെയായിട്ടും പോയിട്ടില്ല. സോ അത് എവിടെയെങ്കിലുമൊക്കെ പോകണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ മാത്രം എവിടെയെങ്കിലുമൊക്കെ പോയാൽ മതിയോ? പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ളവരോടെ പോകണ്ടേ, അവർക്കും വേണ്ടേ ഹാപ്പിനെസ് ഒക്കെ. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. സോ നമുക്കൊരു ഫാമിലി ട്രിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ഗസ്. അതാണ് നമ്മളുടെ 10ാമത്തെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. സോ ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല. ഒരു 10 കാര്യങ്ങളാണ് മിനിമം ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിഷ് ലിസ്റ്റിലുള്ളത്. സോ ഇതിൽ ഏറെക്കുറെയൊക്കെ നടക്കുമായിരിക്കും. ഞാൻ വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. ബാക്കി കുറച്ച് കാര്യങ്ങളുടെ കാര്യം ഡൗട്ടാണ്. എനിക്കിപ്പോഴേ ഡൗട്ടാണ് ഇതൊക്കെ നടക്കുമെന്ന്. കുറച്ച് കാര്യങ്ങൾ അത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ എന്നിൽ തന്നെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളും മാറ്റം വരുത്തും ഞാൻ. സോ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റാ.